ഓക്കെ, എൻ്റെ ഒരു നിജു എന്നാണ്, വീട് പെരുമ്പാവൂര്. ബേസിക്കലി ഞാനൊരു മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു കഴിഞ്ഞ 17 വർഷം. കഴിഞ്ഞ 6 വർഷമായിട്ട് സീരിയസ് ആയിട്ട് ഫാമിലി ആയിട്ട് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നു. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ എൻ്റെ വൈഫ് സൗമ്യ ടീച്ചറാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജോലി റിസൈൻ ചെയ്ത് ബിസിനസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വരുമാനത്തിലൊരു സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതിലുപരിയായിട്ട് ഞങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് ഒരിക്കലും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് തുടങ്ങിയതും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്ത വരുമാനം ഒരു മാസം കിട്ടിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് ചെയ്തു. ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് നമ്മുടെ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന വരുമാനവും അത് ചെലവഴിക്കാനുള്ള സമയവും എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഈ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഏറ്റവും വലിയ പ്രത്യേകത ഡയറക്ട് ഇൻഡസ്ട്രി എനിക്ക് മാത്രമല്ല ഏതൊരു സാധാരണക്കാരനും എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഞാൻ പറഞ്ഞല്ല, ഇന്ത്യ ഗവൺമെന്റ് ഒരു അംഗീകരിച്ച ഒരു കാര്യം തന്നെയാണ്. ഫ്യൂച്ചർ ബിസിനസ് ആണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ വെസ്റ്റീജ് എന്ന കമ്പനി ഡയറക്ട് ബിസിനസ്സിൽ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനി ആണെങ്കിൽ വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ അത് റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ്. ഏതൊരു സാധാരണക്കാരനും ഒന്നുമില്ലായ്മ എന്തും ആവാൻ പറ്റുന്ന ഞങ്ങളെപ്പോലും സാധാരണ ഒരു ഫാമിലിയിൽ പ്രത്യേകിച്ച് ഡയറക്ട് ഇൻഡസ്ട്രിയിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസിന്റെ പവറാണ്, ഈ വിന്നിംഗ് ടീമിന്റെ പവറാണ്. ആർക്ക് വേണമെങ്കിലും വിജയിക്കാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, എനിക്കും സൗമ്യയ്ക്കും ഇത് വിജയിക്കാൻ പറ്റുമെങ്കിൽ ഇത് കേൾക്കുന്ന ആർക്ക് വേണ്ടി വിജയിക്കാൻ പറ്റും. ഒരിക്കലും ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് പഠിക്കുക, ജീവിതമായിട്ട് എടുക്കുക. നിങ്ങൾക്ക് എന്റെ ജീവിതമായിട്ട് കണ്ടാൽ ഉറപ്പായിട്ടും ഈ ഓപ്പർച്യൂണിറ്റി ജീവിതം തരും. താങ്ക് യു സോ മച്ച്. ഒരു സെക്കൻഡ് സാർ, ഇതുപോലുള്ള ഒരു FRU പ്രോഗ്രാം ഈ ബിസിനസിന് എത്രമാത്രം ആവശ്യകതയാണ് സാർ? ഇപ്പോൾ കേരളത്തിൽ മറ്റു പല പ്രോഗ്രാമുകളും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു ചെറിയ പ്രോഗ്രാമിൽ നിന്നും ഇതുപോലൊരു വലിയ പ്രോഗ്രാം ഈ ബിസിനസിന് ആവശ്യമാണോ? തീർച്ചയായിട്ടും. ഞാൻ 2019 ആദ്യമായിട്ട് ഒരു FRU പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കേരളത്തിലായതുകൊണ്ട് തന്നെ എനിക്കൊരു ആശയം ഉണ്ടായിരുന്നു. കാരണം കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ പരാജയങ്ങളുള്ളൂ. ഇതൊരു ആളെ പറ്റിയ പരിപാടി എന്നൊക്കെ ഒരു തോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല എന്ന് ആദ്യമായിട്ട് ഞാൻ 2019 അഹമ്മദാബാദിൽ പോയിട്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായ കാര്യം. എനിക്ക് ലൈഫായിട്ട് നേടിയെടുക്കാം, ഇത് ഒരു കരിയറായിട്ട് ബിൽഡ് ചെയ്യാം. എനിക്കൊരു വലിയൊരു എന്റെ ഡെപ്ത് മനസ്സിലായത് ഈ പ്രോഗ്രാം വന്നപ്പോഴാണ്. കാരണം എന്നെ പോലെ പോലും ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത ആളുകൾ എന്നെക്കായും വലിയൊരു ഹീറോയിസം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അതായത് റിയൽ ലൈഫിൽ ഹീറോ ആയിട്ട് മാറുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബൾക്ക് പ്രോഗ്രാം ഇത് ശരിക്കും പറഞ്ഞ പ്രോഗ്രാംസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്റെ കോൺഫിഡൻസ്, എന്റെ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഇന്ധനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫുൾ ടൈം ഡീസൽ അടിക്കാൻ പറ്റിയ ഏറ്റവും പ്രോഗ്രാം. ഇതൊരു ടീം വർക്ക് ആണെന്ന് പറയുമ്പോൾ സാറിന്റെ ടീമിൽ നിന്നും ഏകദേശം എത്ര പേര് ഇന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്? ഇന്ന് എന്റെ ടീമിൽ ഞാനും സൗമ്യ ഉൾപ്പെടെ 26 പേര് വന്നിട്ടുണ്ട്. വൗ, സൂപ്പർ. താങ്ക് യു സർ. മാഡം എന്താണ് പറയാനുള്ളത്? ഹായ്, എന്റെ പേര് സൗമ്യ നിജു. ഓൾറെഡി പറഞ്ഞു പ്രൊഫഷണൽ ടീച്ചർ ആയിരുന്നു എന്ന് പറഞ്ഞു. ജോലി റിസൈൻ ചെയ്തു. വളരെ സന്തോഷമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെയ്യുന്നു. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. ലൈഫിൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജീവിതത്തിൽ എന്നും ഒരുമിച്ച് ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ജോലിയിൽ ഒരിക്കലും ഞങ്ങൾക്ക് അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ ജീവിതം രണ്ട് വഴിക്ക് പോയി തുടങ്ങിയ ഒരു സമയത്താണ്, ഒരുപാട് സ്ട്രഗിൾസിൽ നിന്ന സമയത്താണ് ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ആദ്യം ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു എടുക്കാനായിട്ട്, കാരണം പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനകത്തേക്ക് വന്നപ്പോൾ സമയത്ത് നമുക്ക് മനസ്സിലായൊരു കാര്യം, ഈ ഒരു ബിസിനസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീവിതം നമ്മൾ ഇതിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാൻ നമ്മുടെ ജോലി കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ അവസരം വന്ന് ഇതിനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയൊരു വലിയൊരു സത്യമാണ്, ജീവിതത്തിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അവസരം ദൈവം തരും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു മനോഹരമായിട്ടുള്ള ഒരു അവസരമായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് തന്നെ ജീവിതമായിട്ട് ഏറ്റെടുത്തു. കാരണം ഒരുപാട് സ്ട്രഗിൾസിൽ നിന്നാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതം ഞങ്ങൾ എന്താണോ ഒരു ജീവിതം ആഗ്രഹിച്ചത്, ആ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് എത്താനായിട്ട് ഒരു അവസരമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് മാറി എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സ്ട്രഗിൾസിൽ നിന്ന് ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷം ഈ ബിസിനസ് ഒരുമിച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഒരുമിച്ചുള്ളൊരു സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അത് ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഞാൻ ഏറ്റവും ഒരു വൈഫ് എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഒരു ജോലിയിലെ ലൈഫിൽ എൻ്റെ സമയമൊന്നും എൻ്റെ ഹസ്ബൻഡിനെ കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ എനിക്കത് പറ്റുന്നുണ്ട്. ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ട്. ആളുടെ മനസ്സെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്താ പറയാ, ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം FRU എന്നുള്ള പ്രോഗ്രാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ FRU ആണ്. ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു തിരിച്ചറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും കഴിവ് കുറഞ്ഞ ആളുകൾ വരെ വലിയ വലിയ വിജയങ്ങൾ നേടുന്ന ഒരു വളരെ മനോഹരമായിട്ടൊരു അവസരമായിട്ട് എനിക്ക് കാണാൻ പറ്റി.
അപ്പൊ വേറൊരു തിരിച്ചറിവോടെയാണ് ഇവിടെ ജീവിതത്തിൽ കിട്ടിയത്. കാരണം ഇവിടെ കഴിവിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ എത്രത്തോളം വലുതാവുന്നു, നമ്മുടെ പ്രയത്നം എത്രത്തോളം വലുതാവുന്നു, അത്രത്തോളം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു അവസരമാണ്. ജീവിതം ആസ്വദിച്ചുകൊണ്ട് ജീവിതത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് കെട്ടിപ്പടുക്കാനും അതിനോടൊപ്പം ജീവിതം എന്താ പറയാ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫ് നേടിയെടുക്കാനും പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇത് സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് ഇത് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ഇത് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കട്ടെ. വിഷ് യു വെൽ. താങ്ക് യു. ഓക്കെ, ഒരു കാര്യം കൂടി, മാഡം ഇപ്പം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ജോലി റിസൈൻ ചെയ്തു. ഇതിനോടുള്ള ഒരു അത്രമാത്രം ആവേശത്തിൽ നമ്മുടെ ബിസിനസ് അതിന്റെ ടീച്ചിങ് പ്രൊഫഷൻ എന്നുള്ളത് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ബിസിനസ് ഫാമിലി ആയിട്ട് ചെയ്യുന്ന പല ആളുകൾക്കും ഉള്ള ഒരു അഡ്വൈസ് എന്താണ്? ഇത് ഫാമിലി ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണം? ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് തനിച്ച് ബിസിനസ് ചെയ്യുന്നുണ്ട്, വൈഫ് തനിച്ച് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ അഡ്വാൻറ്റേജസ് വരുന്നത്? കൂടുതലായിട്ടുള്ള ഗുണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഞാൻ ടീച്ചറായിരുന്നു, ആള് മാർക്കറ്റിംഗിലായിരുന്നു. ഒരിക്കലും ഞങ്ങളുടെ ജോലി ഒരിക്കലും ഒരുമിച്ച് പോകുന്ന ഒരു കാറ്റഗറി അല്ല. കാരണം ആള് മാർക്കറ്റിംഗിലായതുകൊണ്ട് ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉള്ള ഒരു ഫീൽഡാണ്, ടെൻഷനുള്ള ഫീൽഡാണ്. പക്ഷെ ആ ടെൻഷനൊന്നും എനിക്ക് മനസ്സിലാവാറുണ്ടായില്ല. കാരണം ഞാനൊരു ടീച്ചറാണ്, ഞാൻ എന്റെ ജോലിയിൽ മാത്രം ഇൻവോൾവഡ് ആണ്. അന്ന് ഞാൻ ചിന്തിച്ചിരുന്ന കാര്യം ഞാൻ വലിയ സംഭവമാണ്. കാരണം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, മോളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ ഹസ്ബൻഡിനെ പറ്റി ചിന്തിക്കാനൊന്നും എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് നിന്ന് കാണുന്ന സ്വപ്നങ്ങൾക്കാണ് കൂടുതൽ കരുത്തുണ്ടാവുക, അല്ലെങ്കിൽ അതിനാണ് കുറച്ചുകൂടെ പവർ ഉണ്ടാവുക. പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്നതും ഒരുമിച്ച് കാണുന്ന സ്വപ്നങ്ങളാണെന്നുള്ള തിരിച്ചറിവാണ് ഇവിടെ. വെരി ഗുഡ് മെസ്സേജ്. ഇപ്പൊ ഏത് റാങ്കിലാണ് നിൽക്കുന്നത് ഈ ഒരു ബിസിനസ്സിൽ? യൂണിവേഴ്സൽ ഗ്രൗണ്ട് ഡയറക്ടർ. ഓക്കെ, ഏതെങ്കിലും ട്രിപ്പ് ഒക്കെ മേഡം പോയിരുന്നോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ബിസിനസ്സിലൂടെ ഏതെങ്കിലും ട്രിപ്പ് ഒക്കെ പോയിരുന്നോ? തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഇതാണ്. കാരണം ഞങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെങ്കിൽ പോലും ഞങ്ങൾക്കൊരു ഹണിമൂൺ ട്രിപ്പ് പോലും പോകാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു തായ്ലൻഡ് ട്രിപ്പ്, ആദ്യം ഇന്റർനാഷണൽ ട്രിപ്പ് പോകാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഇതിൽ സാധിച്ചു. അതൊരു അമേസിംഗ് ട്രിപ്പായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാണ് പ്ലാൻ ചെയ്യുന്നത്? ട്രിപ്പ് സ്വിറ്റ്സർലൻഡാണ് പ്ലാൻ ചെയ്തേക്കണേ. സൂപ്പർ. യൂറോപ്യൻ ട്രിപ്പാണ് നമ്മൾ അടുത്തതായിട്ട് കാണാനായിട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ അല്ലേ സാർ? ഏകദേശം എത്ര പേരുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ടീമിൽ നിന്നും സ്വിറ്റ്സർലൻഡ് ട്രിപ്പ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? 10 പേരാണ് സ്വിറ്റ്സർലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ട് തായ്ലൻഡ് ട്രിപ്പ് ഒക്കെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നു. അതും ഒരാളല്ല, ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്നു. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു. ഇത് ഇവിടെ അല്ലാതെ മറ്റ് ഏത് ബിസിനസ്സിലാണ് സാധിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇതുപോലുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതുപോലുള്ള സക്സസ്ഫുൾ കപ്പിൾസിനെ കാണുമ്പോഴാണ് നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. എല്ലാവരും ഈ ബിസിനസ് ഫാമിലി ആയിട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ.